നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ടാവും. സ്ഥിരമായി എടുക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് പോയി എടുക്കണമെന്നില്ല. ചില ആളുകൾ ഫോണിൽ വിളിച്ച് പറയും, ലോട്ടറി കടയുടമ അത് മാറ്റി വെക്കും. അങ്ങനെ ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ കൊടുക്കും, വേണമെങ്കിൽ കടയുടമയ്ക്ക് കൊടുക്കാതിരിക്കുക, വേണം പറ്റിക്കാം. അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ കോഴിക്കോട് ഒരു മാതൃകയാവുകയാണ്. എനിക്കൊപ്പം ഉള്ളത് 2 പേരാണ്. ഇദ്ദേഹം വിനയകൃഷ്ണ, ഇത് ദീപം ലോട്ടറീസിൻ്റെ ഉടമയാണ്. കോഴിക്കോട് മൊഫീസ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ 24 വർഷമായി ലോട്ടറി കച്ചവടം നടത്തുന്ന ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷമായിട്ടല്ലേ ചേട്ടൻ ലോട്ടറി എടുക്കുന്നത്? 2 വർഷമായി. പേരെങ്ങനെയാണ്? രാകേഷ്. സ്ഥലം എവിടെയാണ്? നടുവണ്ണൂർ. നമ്മളിവിടെ വരാൻ കാരണം ഇദ്ദേഹത്തിന് ഒരു 75 ലക്ഷത്തിൻ്റെ ലോട്ടറി അടിച്ചു. പക്ഷേ ഇദ്ദേഹം നേരിട്ടല്ല ലോട്ടറി എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ലോട്ടറി എടുത്തത്? ഞാൻ സാധാരണ എൻ്റെ സുഹൃത്താണ് റജിൽ, ഇവിടെയുള്ള സ്റ്റാഫ്. അപ്പോൾ ഞാൻ വിളിച്ച് പറയാം, എൻ്റെ നാടുമായിട്ട് ബന്ധമുണ്ടായ. അപ്പോൾ ഞാൻ വിളിക്കും, ഉണ്ടോ ടിക്കറ്റ്, എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? അപ്പോൾ ഇത്ര ഉണ്ട്, 2 ഉണ്ട്, 3. അപ്പോൾ അതെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഫസ്റ്റൊന്നും ഞാൻ നോക്കാറില്ല. 5000 തൊട്ടേ നോക്കാറുള്ളൂ. അങ്ങനെ നോക്കുന്നത് അത് കിട്ടില്ല എന്നുള്ള ഒരു അപ്പോഴാണ് ഇവിടുന്ന് വിളി വരുന്നത്, നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നുള്ള. ശരിക്കും ഒന്ന് ഞെട്ടി. എത്ര ടിക്കറ്റ് അന്ന് എടുത്തത് ഇവിടുന്ന്? അന്ന് 18 ടിക്കറ്റാണ്. അതായത് വിറ്റ് പോകാത്ത ടിക്കറ്റ് ചേട്ടൻ വിളിച്ച് പറഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് എത്ര ഉണ്ട് ടിക്കറ്റ് എന്ന് ചോദിച്ചു. എത്ര ഉണ്ട് അതൊന്ന് അടുത്ത് വെച്ചോളൂ. 75 ലക്ഷം മാത്രമല്ല, ചെറിയ സമ്മാനം കൂടെ അടിച്ചിട്ടുണ്ടല്ലോ. അതെ, 3 സമാശ്വാസ സമ്മാനം 8,000. അദ്ദേഹമാണ് കടയുടമ. ടിക്കറ്റ് കൊടുക്കാൻ നല്ല മനസ്സ് കാണിച്ചതിന് നന്ദി. അപ്പം സ്ഥിരമായിട്ട് എടുത്ത് വെക്കാറുള്ളതല്ലേ? ഞങ്ങളെ മനസ്സാക്ഷി അങ്ങനെയാണല്ലോ പറയുന്നത് സാർ. കാരണം വെച്ചാൽ എത്രയോ കാലമായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലാണ് ഒരു പ്രൈസ് പോവുക. അപ്പോൾ അത് അയാളെ ഭദ്രമായിട്ട് ഞങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുക, അതാണ് ഞങ്ങളെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ഞാൻ നിർവഹിച്ചു. അപ്പോൾ ഇതിൻ്റെ 100% ക്രെഡിറ്റും കൊടുക്കേണ്ടത് നമ്മളെ സ്റ്റാഫിനാണ്, റെജുലാണ്. കാരണം വെച്ചാൽ അവനാണ് ഇത് വിളിച്ച് പറഞ്ഞ് എടുത്തു വെക്കലോ അല്ല. ഇവിടെ ടിക്കറ്റ് കൂടുതലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ 10 ടിക്കറ്റോ 15 ടിക്കറ്റോ ഉണ്ടെങ്കിൽ അത് അവിടെ എടുത്തു വെച്ചേക്ക്, ഞാൻ വന്നിട്ട് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 15-20 ടിക്കറ്റോ മറ്റേ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2000 റുപ്യേൻ്റെ പ്രൈസും ഉണ്ടായിരുന്നു. 2,000-ൻ്റെ 2 പ്രൈസ്. അതിപ്പോൾ അവർ പിന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പൈസ എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരാനാണെങ്കിൽ തരും. അതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഇത്. അതായത് നിങ്ങൾക്ക് വിറ്റുപോകാത്ത ടിക്കറ്റുകൾ എടുത്ത് സഹായിക്കുന്ന ഒരു ചേട്ടനാണ്. അതെ. വിറ്റുപോകാത്ത ഒരു പരിധി ഉണ്ടല്ലോ, ഒരു 10 ടിക്കറ്റോ 15 ടിക്കറ്റോ ഉള്ള ലാസ്റ്റ് ടൈം. അതേ സ്ഥാനത്ത് സാർ അത് അവർ ഇന്നലെ അത് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ കയ്യിൽ വരേണ്ടതാണ്. ഞങ്ങൾക്ക് ഇദ്ദേഹം ആ ടിക്കറ്റ് അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ 1ാം സമ്മാനം ഇവർക്ക് കിട്ടിയേനെ. എത്ര മിനിറ്റ് മുമ്പ് വിളിച്ചു പറയുന്നത് നറുക്കെടുപ്പിന്? മിനിറ്റ് മുമ്പാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് കിട്ടണമല്ലോ. കാരണം വെച്ചാൽ ഞങ്ങളിത് വിൽപ്പനക്കാരനാണ്. ഞങ്ങൾക്ക് കിട്ടിയാലോ ഞങ്ങൾക്ക് അതിൻ്റെ ഏജൻസി പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ 10% ഏജൻസി പ്രൈസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടും അതിൽ. അതാണ് ഏതായാലും 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നിന്നാണ് ആ ഭാഗ്യം ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും വിശ്വാസം, അതാണ് ഇവർ കാത്തു സൂക്ഷിച്ചത്. വേറെ ഒരു സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞില്ല, ആരാണ്? റജിലുവാ. ഇദ്ദേഹമാണ് ഈ കടയിലെ സ്റ്റാഫ്. ഇദ്ദേഹമാണ് കറക്റ്റായിട്ട് ഓണറിനെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. കൃത്യമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളാണല്ലേ? വന്നെടുക്കലൊക്കെ ഉണ്ട്. പരിചയമുള്ളതാണ്. എത്ര വർഷമായിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട് ചേട്ടാ? അത് കുറേ മുമ്പ് എടുക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ എടുക്കും? ചെറുപ്പം മുതലേ. ചെറിയ ടിക്കറ്റെങ്കിലും എടുക്കും, ഒരു ടിക്കറ്റെങ്കിലും എടുക്കും. അത് ഹോബിയാണ്? ഹോബിയായി, ചെറിയ ഹോബി. വർഷം ഓർമ്മയുണ്ട്, എത്ര വർഷമായി എടുക്കുക? അതല്ല, അത്രയും പിന്നെ ഭാഗ്യമാലയൊക്കെ ഉള്ളപ്പോൾ 2 മുതൽ എടുക്കാറ്. ലോണൊക്കെ ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ട്? ഉണ്ട്, ലോണ്. ഉണ്ട്. എന്താ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല, ഒന്നും ബാക്കിയൊന്നും തീരുമാനിച്ചില്ല. അത് അമ്മയും അനിയനും ഏട്ടനും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച്. ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ അമൃത, കോയമ്പത്തൂർ. അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയുന്നത്. ഏതെല്ലാം നല്ല കോഴിക്കോട്ടുകാരാണ്, നന്മയുള്ള കോഴിക്കോട്ടുകാരാണ്. 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നിന്നാണ് ഈ ലോട്ടറി ഇദ്ദേഹത്തിന് അടിക്കുന്നത്. ഇദ്ദേഹം വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ലോട്ടറി വിറ്റ് പോവില്ല, ഉടമയുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതായാലും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു നന്മയുടെ അടയാളം കൂടിയാണ് ഇത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.